ഇതൊരു 3.5 ഏക്കറുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് 16 പണിക്കാരുണ്ട്. ഒരു 8 ഹിന്ദിക്കാർ, 10 പേരോളം വരും ഹിന്ദിക്കാർ, ഒരു 9 പേര് മലയാളികൾ. അങ്ങനെ എല്ലാവരും ഓരോ സൈറ്റിലായിട്ട് പണിത് തീർത്ത് കൊടുക്കും. ഇത് നല്ലപോലെ ക്ലീൻ ഇതെല്ലാം ഇപ്പം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി. ഇനിയിപ്പോൾ ഇതിന് വളമിടില്ല. അപ്പോൾ ഇതിന് എണ്ണാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. ഈ ചെടി ഓരോന്നും എണ്ണി വേണം നമുക്ക് വളം ഇറക്കാനായിട്ട്. ഇതിൻ്റെ ക്വാണ്ടിറ്റി വേണമെന്നുള്ളത് അത് എണ്ണി കൊടുക്കാനായിട്ട് ഇവിടുത്തെ മുതലാളി പറഞ്ഞത് കാരണം ഞങ്ങൾ എണ്ണാൻ ഇറങ്ങിയതാണ്. ഇതൊരു 2 ആഴ്ചത്തെ പണിയുണ്ട്. ഞങ്ങൾ ചൊവ്വാഴ്ചയാണ് ഇവിടെ പണി തുടങ്ങിയത്. അടുത്ത സൈറ്റിലോട്ട് ഞങ്ങൾ പോകും. കവാത്തും കഴിഞ്ഞു. ഇത് ഭയങ്കരമായിട്ട് വനം പിടിച്ച് കിടന്ന സ്ഥലമാണ്. അത് വെട്ടിത്തെളിച്ച് ഏലമൊക്കെ വെച്ച് അത് വർഷത്തിൽ 3 പ്രാവശ്യം ഇത് ക്ലീൻ ചെയ്യണം. അതിനോടെ കവാത്തും ഇതിനകത്ത് ഈ ഏലത്തിൻ്റെ എല്ലാം ചീഞ്ഞതെല്ലാം വെട്ടിക്കളഞ്ഞ് വൃത്തിയാക്കണം. ഹിന്ദിക്കാർ പണിക്കാരും ഉണ്ട്. അവരിവിടെ വന്നിട്ടുണ്ട്. അവരവിടുന്ന് വന്ന് ഇവിടെ റൂം എടുത്ത് തങ്ങുവാണ്. അപ്പം ഞങ്ങൾ ആ ഏജൻറ്റിനോട് മേടിക്കുന്നതാണ്. അവരെ പുറത്തുനിന്ന് വന്നേക്കുന്ന ഇത്ര പണിക്കാർ. അപ്പം നമ്മൾ ആ ഏജൻറ്റിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ 10 പേര് വേണമെന്ന് പറഞ്ഞ് മേടിക്കുന്ന. നമ്മുടെ വണ്ടി ഒരു വണ്ടി ആളാണ് വരുന്നത്. ഞങ്ങൾ വരുന്ന വണ്ടി അപ്പൂസ് വണ്ടിയാണ്. ഞങ്ങൾ രാവിലെ 8 മണിയാകുമ്പോൾ സൈറ്റിലിറങ്ങും. 3:30 ആകുമ്പോൾ ഞങ്ങൾ കയറും. 10 മണിക്ക് ഞങ്ങൾ കാപ്പി കുടി. 1 മണിയാകുമ്പോൾ കാപ്പിയും കടിയും ഉണ്ട്. ഇവിടെ ചായയും കടിയായിട്ട് തരും. പിന്നെ 3:30 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ കയറും. എല്ലാ വീടുകളിലും ഉണ്ട്. 1/2 ഏക്കർ ഏലം വീതം ഇല്ലാത്തവരാരും ഇല്ല. എന്നാലും ഇതുപോലെ തൊഴിലിന് ഇറങ്ങിയിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത മാസം ലാസ്റ്റത്തോടു കൂടി ഏലക്ക എടുക്കാറാകും. ഇവിടെയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഇതിലൊക്കെ കായാകും, എടുക്കാറാകത്തില്ല. ഇത് ലാസ്റ്റ് കർക്കിടകമാകും ഇവിടെ എടുക്കണമെങ്കിൽ. പല സ്ഥലങ്ങളിൽ ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ജൂലൈ ലാസ്റ്റ് ആകുമ്പോഴത്തേന് ഞങ്ങൾക്ക് തപ്പാറാകും. അത് ഓരോ കായ വീതമാണ് തപ്പിയെടുക്കുന്നത്. അത് കഴിഞ്ഞ് 2ാമത്തെ റൗണ്ട് വരുമ്പോഴത്തേന് 2-3 കായ വീതം എടുക്കും. തങ്കമണി. ഹായ്.